ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അഡ 24/7 മലയാളം ചാനൽ. അപ്പോൾ നമുക്കറിയാം 2019 ശേഷം വീണ്ടും ഒരു റെയിൽവേ നോട്ടിഫിക്കേഷൻ, അതായത് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ സാധാരണ ഇത്ര ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. ഇത്തവണ നിങ്ങൾക്കും അറിയാം, കൊറോണയൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അടുത്ത ഇനി വരാനുള്ളത് ഗ്രൂപ്പ് ഡി ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം തന്നെ പറയട്ടെ, നല്ല ഉഷാറായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അധികം വൈകാതെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് നമ്മുടെ ചാനൽ അഡ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും എല്ലാം ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ അഡ 24/7 മലയാളം ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1854 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. സോ നമ്മുടെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്? അപ്പം നമുക്ക് നമ്മുടെ ഗസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, റെയിൽവേ തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ ടു ഡിസംബർ, ഒക്ടോബറിനും ഡിസംബറിനും ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ എത്തും ഗ്രൂപ്പ് ഡിയുടെ എന്നാണ്. പക്ഷേ ഇതുവരെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പം നവംബർ എൻഡ് എത്താറായി, അതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പം നമുക്കൊന്നെങ്കിൽ നവംബർ എൻഡില അല്ലെങ്കിൽ ഡിസംബർ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ഗസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, റെയിൽവേയുടെ ഒഫീഷ്യലായിട്ട് തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അതിന് മുമ്പ് കുറേ NTPCയുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആസ് പെർ അതനുസരിച്ച് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഗ്രൂപ്പ് ഡിയുടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡിസംബറിനുള്ളിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എല്ലാ ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ്, ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്, യോഗ്യത എന്താണ്? അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഗ്രൂപ്പ് ഡി ഏകദേശം ഒരു 10th ക്വാളിഫിക്കേഷനാണ് കൂടുതലും. അന്ന് 2019 ഒരു 1 ടൈം അമെൻമെൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് 10th ക്വാളിഫിക്കേഷൻ ആയിരുന്നു. അതിന് മുമ്പ് ചില പോസ്റ്റുകൾക്ക് IT ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമായിട്ട് ഓരോ പോസ്റ്റിനും ക്വാളിഫിക്കേഷൻ പറയാൻ പറ്റുള്ളൂ. എന്നാലും 10ാം ക്ലാസ് യോഗ്യതയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരുപാട് പോസ്റ്റുകൾ അത് കാണും. അതുപോലെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ, ഇലക്ട്രിക്കൽ അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴത്തേക്ക് മെക്കാനിക്കൽ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വരുമ്പോൾ 10th കൂടെ ITA വേണം. അപ്പോൾ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ ഉണ്ടാവും. 10th പ്ലസ് ITA ഉണ്ടാവും. അല്ലാതെ ഫുൾ നമ്മുടെ വേക്കൻസി, അതായത് ഫുൾ പോസ്റ്റുകളും ITA-ക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. കാരണം ലാസ്റ്റ് ടൈമിൽ വിളിച്ചപ്പോൾ, അതായത് 2019 1,00,000+ സംതിങ് ആ ഒരു ഒഴിവുകളുമായിട്ടാണ് വന്നത്. ഈ പ്രാവശ്യവും ഏകദേശം അത്ര തന്നെ ഒഴിവുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ളവർക്കും ബാക്കിയുള്ളത് അല്ലാത്ത നോർമലായിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഒരു ഏജിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് 18 to 33 ജനറലെങ്കിലും റെയിൽവേ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുത്തു. കാരണം കൊറോണ കാരണം നോട്ടിഫിക്കേഷൻ ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഏജ് റിലാക്സേഷൻ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ജനറൽ കാറ്റഗറി 36 പോകും. അതനുസരിച്ചിട്ട് ബാക്കിയുള്ള കാറ്റഗറിയിലും വ്യത്യാസം ഉണ്ടാകും. അത് ആസ് പെർ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്നാലും നിങ്ങൾ മോസ്റ്റ്ലി കിട്ടും. കാരണം ഇതിനു മുമ്പുള്ള എല്ലാ നോട്ടിഫിക്കേഷനിലും ആ ഒരു റെയിൽവേയുടെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെയും അത് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ എനിക്ക് 10th മാത്രമേ ഉള്ളൂ, എനിക്ക് IT ഇല്ല എന്ന് പറഞ്ഞിട്ട് പഠിക്കാണ്ട് ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട്. ധൈര്യമായിട്ട് ചെയ്തോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ തീർച്ചയായിട്ടും അതിനകത്തിൽ ഉണ്ടാകും. അപ്പോൾ 10th ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. ഇത് പണ്ടൊന്നും നമുക്ക് അത്ര ഒരു അവയർനെസ്, ആ ഒരു എക്സാംസിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോഴാണ് കേരളത്തിൽ കുറച്ചും കൂടി ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളും അതുപോലെ ഈ എക്സാം ക്രാക്ക് ചെയ്യാം. അതായത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കോ. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാത്സിലും റീസണിങ്ങിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കഴിഞ്ഞ വർഷമൊക്കെ 2019 മുതലൊക്കെ ആളുകൾക്ക് കുറച്ച് അവയർനെസ് ഉണ്ട്, എങ്ങനെ റെയിൽവേയിൽ ഇത്രയധികം വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തത് എല്ലാവരും ചോദിക്കുന്ന ഒരു
ക്വസ്റ്റ്യൻ, പരീക്ഷ എപ്പോൾ കാണാം, എപ്പോഴുണ്ടാവും എക്സാം? അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പരീക്ഷ കാണാം. അതായത് എക്സാം എന്ന് പറയുന്നത് നമുക്ക് CBT-1, ദാറ്റ് ഈസ് CBT-1 മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതാണ് CBT എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു അത്. കമ്പ്യൂട്ടർ എന്താണ്, CBT മാത്രമേ ഉള്ളൂ. ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ദെൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഒക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ പഠിച്ചെഴുതേണ്ട, സാധാരണ SSC പോയി കഴിഞ്ഞാൽ 2 ലെവലുണ്ട്. NTPC പോയാലും CBT-2 ഉണ്ട്. അപ്പോൾ 2 ലെവൽ എക്സാംസ് മോസ്റ്റ്ലി എല്ലാ എക്സാമുകൾക്കും 2 ലെവൽ. ഇപ്പം നമ്മുടെ PSCയിലും ഉണ്ട്, പ്രിലിംസ് മെയിൻസ് അതേപോലെ തന്നെ അവിടെയുണ്ട്. പക്ഷേ ഇവിടുത്തെ അടുത്തൊരു അഡ്വാൻറ്റേജ് അത് തന്നെയാണ്, ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അതായത് ഒരൊറ്റ തവണ. അതായത് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്ന ഒരു 6 മാസം തകർത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 6 മാസം നമ്മൾ ഇതിനായിട്ട് തന്നെ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എക്സാം പാറ്റേൺ ചോദിച്ചിട്ടുണ്ട്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ സയൻസ് വരും, മാത്സ് വരും, റീസണിങ് വരും, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പാറ്റേണിൽ വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, മാത്സ് ആൻഡ് റീസണിങ് 55 മാർക്ക് ഉണ്ട്. പിന്നെ സയൻസ് 25, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സ് 100 മാർക്സോ 20. സോ ടോട്ടൽ 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ്. ഇത്രയും ചെയ്യാൻ നമുക്ക് 90 മിനിറ്റ് ടൈമും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം മാത്സ് ഒക്കെ ആണെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് ഒന്ന് ചിന്തിച്ച് ചെയ്യാൻ, എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ഫ്രീ ആയിട്ടല്ല, ഒരു മീഡിയം ലെവലിൽ നമുക്ക് ചിന്തിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും ഇതിനകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് മാത്സ് ആൻഡ് റീസണിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന തൊട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ സയൻസിലോ കറണ്ട് അഫേഴ്സിലോ ഒന്നും വരത്തില്ല. ചിലവർക്കൊക്കെ ഈ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന പാഠഭാഗമൊക്കെ ആ ഒരു ടോപ്പിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ അവിടെ നിന്നൊക്കെ ആകെ 20 മാർക്കുള്ള. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പഠിച്ചിട്ട് ഇവിടെ ഈ സെഷൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് PYQ ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് അത്യാവശ്യം മാർക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഉഷാറായിട്ട് അതിനെ പഠനം തുടങ്ങണം. എനിക്ക് 10th ഉള്ളൂ, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറ്റും. ഇപ്പം നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, അതായത് മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. സോ മെനി അഡ്വാൻറ്റേജസ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ പഠിക്കാനാണെങ്കിലും ഒരുപാട് സോഴ്സുകൾ, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ കൂടെ, അതായത് 6 മാസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു 4 hours ആ ഒരു 6 മാസം കൺസിസ്റ്റൻസി പോകല് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ടോപ്പിക്കൊക്കെ അത്യാവശ്യം എല്ലാം കൂടെ ഏകദേശം ഒരു 10-40 ടോപ്പിക്കേ ഉള്ളൂ. മൊത്തത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ടോപ്പിക്കൊക്കെ അത്യാവശ്യം പഠിച്ച് കുറച്ച് PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ അഡാ 24/7 മലയാളവും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത ലൈവാണ്, സെയിം ടൈം റെക്കോർഡഡ്. അതായത് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, റിവിഷൻ ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് മാക്സിമം PYQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ തരുന്നുണ്ട്. ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പോൾ ഇതിന് Y362 എന്ന ഡിസ്കൗണ്ട് കൂടി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു 1952 രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ കോഴ്സ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ അഡാ 24/7 മലയാളം എന്ന് കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇവിടെ കുറേ പ്രോഡക്റ്റ് ഉണ്ട്. ഇതാ 3ാമതാണ് റെയിൽവേ ഗ്രൂപ്പ് D പാസഞ്ചർ ബാച്ച് എന്നാണ് പേര്. അപ്പം 40 ടെസ്റ്റ് സീരീസ്, അതായത് നിങ്ങൾക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. 48 ബുക്കുകളും ഉണ്ട് ഇതിനകത്തിൽ. ഇനി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ബൈ നൗ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക. 1854 രൂപയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ദെൻ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെൻറ്റ് കൊടുക്കണം. അത് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഈ ക്ലാസ് കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അഡാ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇതങ്ങ് ഇൻസ്റ്റാൾ ചെയ്യണേ. 2ാമത് സ്റ്റേറ്റ് എക്സാം, ജസ്റ്റ് സ്റ്റേറ്റ് എക്സാമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3ാമത് കേരളയുണ്ട്. അപ്പം കേരളയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ മൈ കോണ്ടൻറ്റ്, ഇവിടെ കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാൻ പറ്റും. കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും ഫോം ഫില്ലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും വരും ദിവസങ്ങളിലുള്ള നമ്മുടെ ചാനലിൽ വീഡിയോയിലായിട്ടുണ്ടാവും. അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ 10th ഉള്ളവർക്കും അല്ലെങ്കിൽ 18 മുതൽ 36 നമുക്ക് പ്രതീക്ഷയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സിലബസ് ഒക്കെ ഇത്രേ ഉള്ളൂ, ഒരു എക്സാമേ ഉള്ളൂ. അതൊക്കെ വളരെ അഡ്വാൻറ്റേജ്
ആണ്. അതൊക്കെ നമ്മളൊന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ.